ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചപ്പലിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരു ക്രോഷേ ചപ്പലാണ്, ചെറിയൊരു ബേബിക്കുള്ളതാണ്. ഫസ്റ്റായിട്ട് നമ്മൾ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. സ്ലിപ്പ് നോട്ടിൻ്റെ ഒക്കെ ബേസിക് സ്റ്റിച്ചസിൻ്റെ എല്ലാ വീഡിയോസും നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് സ്റ്റിച്ചസ് അറിയാത്തവരൊക്കെ ആണെങ്കിൽ ചാനലിൽ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് പഠിക്കണം കേട്ടോ. അതിനുശേഷം 15 ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ചെയിൻ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആ കുട്ടിക്ക് എത്ര വലിപ്പം വേണം നമ്മുടെ ചപ്പൽ അതിനനുസരിച്ചാണ് കേട്ടോ. നമ്മളെ കുട്ടിക്ക് ഒരു 15 ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അടുത്ത 14 സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ആണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഡബിൾ ക്രോഷേ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. ഈ ഡബിൾ ക്രോഷേൻ്റെയും ഒക്കെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്, കണ്ടിട്ട് പഠിച്ചിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അങ്ങനെ 14 സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ചിൽ ഒരെണ്ണം വീതം ആയിട്ട് ഇങ്ങനെ ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 15ാമത്തെ സ്റ്റിച്ചിലേക്ക് 6 ഡബിൾ ക്രോഷേ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം അതൊരു കോർണറല്ലേ, ഒരു റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ 6 ഡബിൾ ക്രോഷേ അവിടെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്രോഷേ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. താഴേക്ക് അങ്ങോട്ട് 14 സ്റ്റിച്ചിലേക്കും ഡബിൾ ക്രോഷേ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സ്റ്റിച്ചിൽ ഒരെണ്ണം വീതമായിട്ട് ചെയ്തു പോവുക കേട്ടോ. 14 സ്റ്റിച്ചിലല്ല കേട്ടോ, 15 സ്റ്റിച്ചിലാണ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം 15ാമത്തെ സ്റ്റിച്ചിൽ നിന്ന് 1ാമത്തെ സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സെക്കൻഡ് റോ ചെയ്യാൻ പോകുന്നത് വേറെ ഒരു ത്രെഡ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ആ ഒരു യാണിനെ കട്ട് ചെയ്ത് മാറ്റട്ടോ. ഇനി നമ്മൾ പുതിയ ഒരു യാണ് വൈറ്റാണ് എടുക്കുന്നത്. അപ്പോൾ വൈറ്റ് യാണ് എടുത്തിട്ട് ജസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ സ്ലിപ്പ് നോട്ട് ഈ ഒരു ഫസ്റ്റ് പോർഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഹുക്ക് ഫസ്റ്റ് പോർഷനിൽ കിടത്തിയിട്ട് ആ വൈറ്റ് യാണിനെ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടാൽ മതി. അപ്പോൾ തന്നെ അതൊരു ലോക്ക് ആയിക്കോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ആണ് സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലും അതുപോലെ തന്നെ 2 സിംഗിൾ ക്രോഷേ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് ശേഷമുള്ള സ്റ്റിച്ചിലൊക്കെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ആണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അടുത്ത 3 സ്റ്റിച്ചിലാണ് കേട്ടോ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുന്നത്. ഈ 3 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് അടുത്ത 4 സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അടുത്ത 4 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷേ ആണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോ ഡബിൾ ക്രോഷേ വീതം ഓരോ സ്റ്റിച്ചിലായിട്ട് 4 സ്റ്റിച്ചസിലാണ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഡബിൾ ക്രോഷേ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത 6 സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ വീതമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു ഫ്രണ്ട് പോർഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു വൈഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു 6 സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഡബിൾ ക്രോഷേ ഓരോ സ്റ്റിച്ചിൽ ഓരോന്ന് വീതം ചെയ്യുക കേട്ടോ. 4 സ്റ്റിച്ചിലാണ് ഓരോ ഡബിൾ ക്രോഷേ വീതം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു സ്റ്റിച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഒരു 4 സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോ സ്റ്റിച്ചിലും ഒരെണ്ണം വീതമാണ് കേട്ടോ ഇതും ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷേ 4 എണ്ണം ആയിട്ട് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ അടുത്ത 2 സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷയാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഓരോ സിംഗിൾ ക്രോഷ വീതമാണ് ചെയ്യേണ്ടത്. അതിനുശേഷമുള്ള 2 സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ വീതമാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ ആയിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സെക്കൻഡ് റോയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മൾ ഈ യാൺ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് റോ ചെയ്യുന്നത് നമ്മൾ വേറൊരു യാൺ കൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ആ യാണിനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് ബാക്കിയുള്ളത് കാണിക്കാം കേട്ടോ.